ഇത് ഡ്രിഫ്റ്റാണല്ലോ, നമുക്ക് പൊടിയും മണ്ണൊക്കെ പറ്റുള്ളൂ. കറക്റ്റ് അലച്ചില് വീണ അടുത്ത വണ്ടി ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് ഇട്ട് നിൽക്കുന്നു. ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ATVയുടെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ആ ജസ്റ്റ് വണ്ടിയുടെ ഉണ്ടാക്കുന്നത് മാത്രമേ ഒന്ന് കാണിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നേരത്തെ ഒരു ഫെരാരിയുടെ ഒരു വണ്ടി ചെയ്യുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അലോയ്സ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ഹാൻഡ് അലോയാണ്. അപ്പോൾ അത് കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ. ഓക്കെ, വീട്ടിലോട്ട് അല്ല എൻ്റെ നെഞ്ചത്ത് ഇത് നേരത്തെ വന്ന വേഴ്സ്, ഇതിപ്പോ വന്ന വേഴ്സ്. മെനക്ക് സാധനം പൊട്ടാനും ഇതാ കാറിനുള്ള നമ്മുടെ ചെറുതാനും അതിനല്ല മറ്റേ ഉണ്ടാക്കണം. ഞാൻ നീ ഉണ്ടാക്കണം ഇതിന്. ഇതാണ് DBS അല്ല, നമ്മൾക്ക് ഇത് വെച്ചടച്ചു വിട്ടാ പോരാ. എന്തെങ്കിലും കുഴപ്പം പറ്റില്ല. ഒരു ബോട്ടിലാണ് നിൽക്കുന്നത്. കൊള്ളാം. അവിടെ പോവാ. അവിടെ ഓക്കെ, ഇവിടെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഐറ്റം ഇതാണ്. മാക്സ് 100 വെച്ച് ചെയ്ത ATV. അങ്ങനെയുണ്ട് സംഭവം. കൊണ്ടിക്കൊള്ളോ. അപ്പോൾ ഇതാണ് നമ്മൾ മാക്സ് 100 വെച്ച് ചെയ്തേക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ എൻജിനും ചേസും അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറച്ച് ഭാഗങ്ങളാണ് കൈകൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ സ്വിംഗ് ആം മോണോ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. അത് യമഹ FCയുടെ മോണോ സസ്പെൻഷനാണ് നമ്മൾ ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 2 വീലിനും സെപ്പറേറ്റ് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ ഡോറാമോ അപ്രാമോ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് 2 സസ്പെൻഷൻ കൊടുത്തേക്കുക. അത് പാഷൻ പ്രോയ്ക്ക് വരുന്ന സസ്പെൻഷനാണ്. അത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ്. ആദ്യം എടുത്തത് പൾസറിൻ്റെ ബാക്കിൽ വരുന്നതായിരുന്നു. അപ്പോൾ മറ്റേ എയറിൻ്റെ അല്ല ഗ്യാസിൻ്റെ ഒരു സംഭവം കൂടെ ഉള്ള സ്ട്രോക്കായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മളത് ഇവിടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ ഇങ്ങനെ പൊങ്ങുമ്പോൾ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പ്ലെയിനായിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ടാങ്ക് മാക്സ് 100 ടാങ്കായിരുന്നു. അതിന് നമ്മൾ കട്ട് ചെയ്ത് ഓഫ് റോഡ് വണ്ടിക്ക്, അതായത് ATVക്കൊക്കെ വരുന്ന ഷേപ്പിലുള്ള ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇത്രയും പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനോട് ചേർന്ന് വരുന്ന രീതിയിലുള്ള സീറ്റ് നമ്മൾ ചെയ്തെടുത്താണ്. ഇതാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഇത് കൈകൊണ്ട് ചെയ്തതല്ല,
ഇത് നമ്മളുടെ അതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് നമ്മളെ TVS Vigo എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയുടെ സൈഡ് കവറാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കവർ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കിയുള്ള പോർഷൻ കൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. ആ കട്ട് ചെയ്ത പീസിൻ്റെ ബാക്കി സാധനമാണ് ഇത് രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലെ സൈഡ് പോർഷനിൽ ഇൻഡിക്കേറ്റർ വരുന്ന ഒരു കട്ടിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഈ അടിയിലുള്ള പീസ് നമ്മൾ ഷീറ്റിൽ ചെയ്തിട്ട് ഇത് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് കവർ പോലെ ചെയ്തേക്കുക. വർക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ തീർന്നിട്ടില്ല. ഇതിൻ്റെ ഇവിടെ 2 ലൈറ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ 2 ഫോഗ് ലൈറ്റ് കൊടുക്കണം. പിന്നെ അതുപോലെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം. ചെറിയ ഇവിടെ ഒരു ഷീൽഡ് എന്ന് വെച്ചാൽ ഈ ഒരു പീസ് നമ്മൾ അതുപോലെ നിർത്തിയേക്കാണ്. അപ്പോൾ അത് കാണാത്ത രീതിയിലൊരു കവറിങ് പോലെ ഒരെണ്ണം കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലൊരു ജസ്റ്റ് ബമ്പർ പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ ഏതൊരു വണ്ടിയുടെ ബാസ് പ്ലേറ്റ് ആണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു പീസിൽ ഇവിടെ കൊള്ളിച്ചാണ്. പിന്നെ ഹാൻഡിൽ നിന്ന് നമ്മൾ 2 വീലിലേക്കും സെപ്പറേറ്റ് ആമും അതുപോലെ തന്നെ സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണക്റ്റിംഗ് റോഡും കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ ഷോക്ക് വർക്ക് ചെയ്താലും ഹാൻഡിലിൻ്റെ പൊളച്ചിലധികം ഉണ്ടാകാറില്ല. പിന്നെ ഫ്രണ്ടിൽ ബ്രേക്ക് ഇല്ല, ബാക്കിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഹബ്ബും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്യണമായിരുന്നു. ഇതൊരു തട്ടിക്കൂട്ട് വർക്ക് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. ഇതല്ല നമ്മൾ ഷോർട്സ് ഇട്ട സമയത്ത്, അതായത് നമുക്ക് വർക്ക്ഷോപ്പിൽ വർക്കില്ലായിരുന്ന സമയത്ത്, ഒരു മൂഡില്ലായിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അന്ന് അവിടെ കിടന്ന വണ്ടിയുടെ പാർട്സും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെയ്യാനായിട്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഈ ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ നിർത്തിയതാണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തേക്കുന്നത് പൾസർ 220 ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. ചെയിൻ സ്പ്രോക്കറ്റ് സമ്രയുടെ തന്നെയാണ്. ഗ്രീസ് അടിക്കാനുണ്ട്, ഗ്രീസൊന്നും കാണുന്ന പോലും. അപ്പം ഇതാണ് പ്ലേറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത കാരണം ചെറിയ ഒരു പിടുത്തമുണ്ട്, അത്ര സ്മൂത്തല്ല സംഭവം. പിന്നെന്താ പറയാനുള്ള, പിന്നെ സൈലൻസർ നമ്മൾ ചേമ്പർ നമ്മൾ തന്നെ ചെയ്ത് നോക്കിയതാണ്. ചേമ്പർ അടിച്ച് ശീലമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് 2-3 വീഡിയോസൊക്കെ നോക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന ഒരു ചേമ്പറാണ് ഈ കാണുന്നത്. അത്യാവശ്യം കാഴ്ചയിലൊരു ഷേപ്പും അതുപോലെ തന്നെ പവറൊക്കെ ഉണ്ട്. ഇത് 2 വീലറിനൊക്കെ വെച്ചാൽ ശരിയാവുമോ, അത്യാവശ്യം പവർ ഹൈക്കൊക്കെ ചെയ്ത പവർ കിട്ടുമോയെന്നൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകും. പിന്നെ ബ്രേക്ക് പെഡൽ നമ്മൾ ഗിയർ പെഡലോ അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, വണ്ടിയിൽ വരുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു പെഡലെ തന്നെ നമ്മൾ മാസ് സിലിണ്ടർ ഇവിടെ കൊണ്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, പെഡൽ ചോട്ടനനുസരിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുത്തേക്കും. ഈ ഒരു പോർഷൻ അഡീഷണൽ നമ്മൾ ചെയ്ത് വെച്ചതാണ്. എന്നുവെച്ചാൽ ഈ സിങ്ങാമിൻ്റെ ഇടക്കൂടിയൊക്കെയാണ് ഇത് വന്നേക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ടാങ്ക് എല്ലാം പറഞ്ഞല്ലോ. പിന്നെ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കവറിങ് പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കധികം സമയം ഇതിന് കളയാനായിട്ട് ഇല്ലാഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരും റീൽസ് ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞൊരു സംഭവമാണ് ടയർ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേന്ന് പറയാം. കാരണം ടയർ നമ്മൾ ഇതും ഉക്കട മാർക്കറ്റിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്ത ടയറാണ്. അപ്പോൾ ഇതിൽ ട്രാക്ടറിൻ്റെ, അതായത് കുഞ്ഞ് ട്രാക്ടറിനൊക്കെ വരുന്ന ടൈപ്പിലെ ടയറാണ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യണ ഇതുപോലത്തെ ഫ്രണ്ട് റിമ്മിനെ ലേത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് വൈഡ് റിം പോലെ ആക്കിയിട്ട് ഈ ടയർ ഇട്ടേക്കുക. ശരിക്കും ATVക്ക് വരുന്നതിന് നല്ല വിട്ട് വരുന്നതാണ്. ആ ഒരു ടയറിട്ട കുറച്ചും കൂടെയൊക്കെ ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷോയ്ക്കും പിന്നെ ജസ്റ്റ് ചുമ്മാ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട് കറക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ട് അധികം ഫണ്ട് മുടക്കാനില്ലായിരുന്നു. അതാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൽ മാക്സ് 100ൻ്റെ ഹാൻഡിൽ തന്നെയാണ്. പിന്നെ അതിൽ നമ്മൾ ടച്ചപ്പിൻ്റെ എക്സ്പൾസിൻ്റെ നക്കൽ ഗാർഡും കൂടെ കൊടുത്തിരിക്കും. ഇനി കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്യാനുണ്ട്. കാരണം സുസുക്കിയുടെ വണ്ടിയാണ്ട് സുസുക്കിയിൽ നിന്ന് തന്നെ സ്റ്റിക്കർ അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇടായിരുന്നല്ലോ. സ്റ്റിക്കർ വർക്കും കൂടെ ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള. വേണം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. പിന്നെ ഇഗ്നീഷൻ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് കൊടുത്തിട്ടേക്കാണ്. അടിച്ച് സ്റ്റാർട്ടാകും, ഗിയർ ഇട്ട് ഓഫ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യാം.
അപ്പുറത്ത് അവിടെ പോയി നിൽക്കണം, അവിടെ പോയിക്ക. കൊള്ളാം കൊള്ളാം. ഇനി ഒരുപാട് നേരം ഇട്ട് കിടക്കാൻ അപ്പുറത്തെ വീട്ടിലെ പുള്ളി ഒന്ന് കലിപ്പുണ്ടാക്കും. നമുക്കാണെങ്കിൽ വേറെ എവിടെ വേണ്ടിയിട്ട് ഇറക്കാം. വീഡിയോ 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 ഇപ്പൊ കേസ് ലാസ്റ്റ് ഒരു പറമ്പ് കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു പറമ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചേച്ചി നോക്കണ്ട്, ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമോ എന്തോ? അല്ല ചേച്ചി പോകാൻ പോണേ. സ്റ്റാർട്ട് ചെയ്തോ, ഓടിച്ചോ. ഓക്കെ. ആവേശം കുറച്ച് കൂടുതലാണല്ലേ. അത് കിട്ടി ഗൈസ്. ഇത് ഡ്രിഫ്റ്റാണല്ലോ, നമുക്ക് പൊടിയും മണ്ണൊക്കെ പറ്റുള്ളൂ. അതെ, ഈ പുല്ലിലായതുകൊണ്ട് നല്ല പിടുത്തമുണ്ട്. നോക്കി കറക്റ്റ് അലച്ചല് വീണ. അടുത്ത വണ്ടിയുണ്ടാക്കാൻ പ്ലാസ്റ്റിക് ഇട്ട് നിൽക്കുന്നു. കുഴപ്പമില്ലല്ലേ, പവറൊക്കെ ഉണ്ട്. പവറുണ്ട്. ഓക്കെ. ഇതാണ് എല്ലാവരും അവിടെ ഇവിടെ നിന്നൊക്കെ വീട്ടുകാരൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇട്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുമ്പളയും വെച്ച് നമുക്ക് റീൽ കൂടി ഷൂട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ എങ്ങനെയുണ്ട്? ഇനി ഒരു റീലും കൂടെ എടുത്തിട്ട് പോവാം. അപ്പൊ എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ജീവനുള്ളത് കൊണ്ട് ഒരു നല്ലതിന് ആശംസിക്കുന്നു. അപ്പൊ ഓക്കെ, ഇപ്പൊ അതിലടി കൂടെ പാടാണ്ട്. അപ്പൊ ഉടനെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.